ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 1 AEC കോഴ്സായിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 1-ലെ മൊഡ്യൂൾ 3 യൂണിറ്റ് 11 ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. സിലബസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ: സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ്, നോട്ട് മേക്കിംഗ്. ഇതിൻ്റെ ലിസണിങ്ങും സ്പീക്കിങ്ങും വീഡിയോസ് ഓൾറെഡി നമ്മൾ ആ മൊഡ്യൂൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മുടെ റീഡിംഗ് ആണ് വരുന്നത്. സോ റീഡിങ്ങിനൊരു സ്പെസിഫിക് ടൈറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിലും എന്താണ് റീഡിങ്, അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. റീഡിങ് ഈസ് ദി പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് വേർഡ്സ്. എഴുതി വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളെ വായിച്ച് അതിനെ മനസ്സിലാക്കുകയും പിന്നീട് രണ്ടാമത് അതിനൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റുന്നതിനെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെയിനിങ് നോളജ്, ഇംപ്രൂവിങ് വൊക്കാബുലറി ആൻഡ് ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അറിവ് കിട്ടാനും അതുപോലെ തന്നെ വൊക്കാബുലറി, നമുക്ക് എന്തുമാത്രം വേർഡ്സ് അറിയാം അത് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും റീഡിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. റീഡിംഗ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ബട്ട് ഓൾസോ ഗീവ്സ് പ്ലഷർ, റിലാക്സേഷൻ ആൻഡ് ന്യൂ പെർസ്പെക്റ്റീവ്സ്. എന്നാൽ എല്ലാ സമയത്തും വായനയിലൂടെ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് കിട്ടുക മാത്രമല്ല, ചില സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുക, നമ്മൾ റിലാക്സ്ഡ് ആവുക, പുതിയ പുതിയ പെർസ്പെക്റ്റീവ്സ്, പുതിയ ചിന്താഗതികൾ കിട്ടുക, ഇതെല്ലാം റീഡിംഗ് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഹാബിറ്റ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. നമുക്ക് വായിക്കാനുള്ള സമയം കുറവാണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വായിക്കാൻ സമയം കണ്ടെത്തണം. ബിക്കോസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അവർ പേഴ്സണൽ ഗ്രോത്ത്. നമുക്കൊരു മനുഷ്യനെന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങളും ഗ്രോത്തും ഒക്കെ കൊണ്ടുവരാൻ റീഡിങ്ങിന് സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ. റീഡിങ്ങിന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുകയാണ് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് വേർഡ്സ്. ഇനി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് എഫക്റ്റീവ് റീഡിംഗ് എന്ന് നോക്കാം. First point, effective reading can provide you with a comprehensible input from the book or document that you read. ഒരുപാട് നമ്മൾ വായിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഒരു കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ആവശ്യത്തിന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടും. ഇറ്റ് ക്യാൻ എൻഹാൻസ് യുവർ ജനറൽ എബിലിറ്റി ടു യൂസ് അതർ ലാംഗ്വേജ് സ്കിൽസ് സച്ച് എസ് ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. സോ വായിച്ചാൽ മാത്രമേ ബാക്കിയുള്ള 3 സ്കിൽസ് ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് 4 ലാംഗ്വേജ് സ്കിൽസ് ആണുള്ളത്. അതിൽ ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, ഇത് 3 നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീഡിങ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ മതിയാകും. ഇറ്റ് ക്യാൻ എൻഹാൻസ് യുവർ വൊക്കാബുലറി, ദാറ്റ് ഈസ് യു ക്യാൻ ഓൾവേസ് ലേൺ ന്യൂ വേർഡ്സ്, ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ കിട്ടും, ഫ്രേസസ് കിട്ടും, യൂസേജസ്, പിന്നെ എക്സ്പ്രഷൻസ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും പറയേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത് വായനയിലൂടെയാണ്. Effective reading also helps you keep your mind focused on the material and prevents it from unnecessary distractions. സോ വായിക്കുന്നത് വെറുതെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ എഫക്റ്റീവായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസും ഡിസ്റ്റർബൻസിനും ഒക്കെ തരണം ചെയ്ത് ശരിക്കിരുന്ന് വായിക്കാൻ പറ്റത്തുള്ളൂ. Moreover, this enables you to extract useful information, make more efficient within a limited time. സോ വളരെ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ ഒരു ടൈം സ്പാനിനുള്ളിൽ വായിച്ചെടുക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു കൺസോൾഡേറ്റ് ബോത്ത് പ്രീവിയസ്ലി ലേൺഡ് ലാംഗ്വേജ് ആൻഡ് നോളജ്. സോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് ആവട്ടെ ഹിന്ദി ആവട്ടെ ഏതെങ്കിലും ഒരു വർക്ക് വായിച്ച് വരുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് അത് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത ലാംഗ്വേജിലും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കൺസോൾഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലൊരു വാക്ക്, ഇപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ ഇംഗ്ലീഷിൽ വായിച്ച് പോകുമ്പോഴത്തേക്കും മലയാളത്തിലും അത് ആഡ് ആവുന്നുണ്ട്, മലയാളം ലാംഗ്വേജ് നോളജിലും അത് ആഡ് ആവുന്നുണ്ട്, ഇംഗ്ലീഷിലും അത് ആഡായി വരുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ബിൽഡ് കോൺഫിഡൻസ് ആസ് യു സ്റ്റാർട്ട് റീഡിങ് ലോങ്ങർ ആൻഡ് ലേറ്റർ വോള്യൂമിനസ് ടെക്സ്റ്റ്. ഇത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ചെറിയ ചെറിയ ബുക്കുകളിൽ വായന തുടങ്ങി അവസാനം വലിയൊരു 500 പേജിലൊരു ബുക്ക് വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടും. ഇറ്റ് ഗീവ്സ് യു പ്ലഷർ ആൻഡ് റിലാക്സേഷൻ ആസ് ബുക്സ് ആർ ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് റിലയബിൾ ഫ്രണ്ട്സ്. സോ ബുക്ക് വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷവും റിലാക്സേഷനും ഒക്കെ കിട്ടും. വായിക്കുന്നവർക്കറിയാം നമുക്ക് ബുക്സ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരു ഫ്രണ്ടിനെ പോലെ കാണാൻ പറ്റുന്ന കാര്യമാണ്. Effective reading facilitates the development of various other skills such as making predictions, comparing and contrasting facts, creating samples, hypothesizing, reorganizing the message as transmitted by the text, improving your critical thinking, and hence developing a sharp acumen with passage of time. സോ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ കഥ എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, ഒരു എസ്സേ കാണുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്
സെയിം തന്നെയാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഏത് പാരഗ്രാഫ് വായിച്ചാലാണ് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഈ കാര്യങ്ങളെല്ലാം ഒരു സ്ഥിരം വായനക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതെല്ലാം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ് റീഡിംഗ് എന്ന് പറയുന്ന സ്കില്ല്. സോ ഇപ്പോൾ ഒരു 9 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും ഓർക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ട് നമ്മുടെ സിലബസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടൈപ്സ്, റീഡിംഗ് ടൈപ്സ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് സ്കിമ്മിങ്. Skimming is used to quite quickly gather the most important information or gist from the document or novel that you read. So skimming എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ, നമ്മൾ വായിക്കാനെടുത്ത ആ ഫുൾ ഹോൾ ടെക്സ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്താണോ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ്റെ ഒരു ബ്രീഫ് ഫോമിനെയാണ് നമ്മൾ ജിസ്റ്റ് എന്ന് പറയുന്നത്, GIST. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്കിമ്മിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ദി ടൈപ്പ് ഓഫ് സ്കിമ്മിങ് ടൈപ്പിൽ എന്താ ചെയ്യുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജിസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. ഫോർ ദിസ് യു ഷുഡ് മേക്ക് യുവർ ഐസ് റൺ ഓവർ ദി ടെക്സ്റ്റ് നോട്ടിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. സോ ഇതിന് നമ്മൾ ചെയ്യുന്ന വളരെ പെട്ടെന്ന് നമ്മുടെ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഓടിച്ച് വായിക്കുക എന്ന് പറയില്ലേ, ഓടിച്ച് നോക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കണ്ണുകൊണ്ട് പെട്ടെന്നൊന്ന് പരതി നോക്കുക. യു മേ ഓൾസോ ഗോ ത്രൂ ദി കണ്ടൻസ് ഓഫ് ദി ചാപ്റ്റേഴ്സ് റാപ്പിഡ്ലി, പിക്കിംഗ് ഔട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കീ വേർഡ്സ് ആൻഡ് കൺസെപ്റ്റ്. ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒന്നുകിൽ ആ ചാപ്റ്റർ നെയിം വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കീ വേർഡ്സ് എന്താണ് അല്ലെങ്കിൽ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്. സോ ഇപ്പോൾ ഞാൻ ഈ വായിക്കുന്ന PDF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബോൾഡിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കളർ മാറ്റി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കീ വേർഡ്സ്. സോ ടൈപ്സ് സ്കിമ്മിങ് എന്നുള്ളത് ഞാനൊരു ബോൾഡ് ചെയ്തൊരു കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ കീ വേർഡ് അല്ലെങ്കിൽ എൻ്റെ കീ കോൺസെപ്റ്റ്. അപ്പം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവും. Thus, you can use skimming to go through a current business document or literary work swiftly and rapidly. സോ അങ്ങനെ ഒന്ന് സ്കിം ചെയ്ത് ഇത് ഏത് PDF ആണ് അല്ലെങ്കിൽ ഇത് ഏത് ഡോക്യുമെൻ്റ് ആണെന്ന് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റും, വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് വേർഡ് വെൻ യു എംപ്ലോയ് സ്കിമ്മിങ് വൈൽ റീഡിങ്. സോ സ്കിമ്മിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാ വാക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. For example, while reading the newspaper in the morning, you quickly try to get the general news of the day, or you go through magazines quickly to discover which articles you would like to read in more detail. So എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കിമ്മിങ്ങിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കോളത്തിലെ എല്ലാ ന്യൂസും ഇരുന്ന് വായിക്കത്തില്ല. പെട്ടെന്ന് നോക്കുന്നു, തലക്കെട്ടുകൾ നോക്കിയിട്ട് നമുക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടുപിടിക്കുന്നു, ആ ന്യൂസായിരിക്കും നമ്മൾ ബാക്കി വായിക്കുക. സോ അങ്ങനെ വളരെ പെട്ടെന്ന് ടൈറ്റിൽസ് നോക്കുന്നതാവട്ടെ, ഏതെങ്കിലും ഒരു മാഗസീൻ എടുക്കുന്നു, മാഗസീൻ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈറ്റിൽ ഏതോ ആ ആർട്ടിക്കിളായിരിക്കും നമ്മൾ മുഴുവൻ വായിക്കുക. സോ ഇങ്ങനെ ഈ വേഗം ഓടിച്ച് നോക്കുന്നത് എല്ലാത്തിലും നമുക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് കഴിഞ്ഞ് വരുന്ന നമ്മുടെ റീഡിംഗ് ടൈപ്പാണ് സ്കാനിങ് എന്ന് പറയുന്നത്. സോ സ്കാനിങ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പം തന്നെ നമുക്ക് എന്താണ് ആ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നല്ല അറിവുണ്ടായിരിക്കും. സ്കാനിങ് ഈസ് യൂസ് ടു ഫൈൻഡ് എ പർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫർമേഷൻ. സോ മെഡിക്കൽ റിലേറ്റഡ് ആയിരിക്കും നമ്മൾ സ്കാനിങ് എന്നുള്ള വേർഡ് കേട്ടിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് പറയും എന്താ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൈയുടെ സ്കാൻ എടുക്കാൻ പോകുന്നു, തലയുടെ സ്കാൻ എടുക്കാൻ പോകുന്നു, വയറിൻ്റെ സ്കാൻ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിനെ നോക്കാൻ പോകുന്നു എന്നാണ്. സോ അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. In this type of reading, you allow your eyes to run over the text, look for the specific piece of information that you need. So ഇത് നമ്മൾ സ്കാനിങ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാം നമുക്ക് ഏത് പർട്ടിക്കുലർ ഇൻഫർമേഷനാണ് വേണ്ടത്. ഇപ്പോൾ പത്രം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലുണ്ട് നമ്മൾ ഇന്ന് സ്പോർട്സ് പേജാണ് വായിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആ പേജിലോട്ട് സ്കാൻ ചെയ്ത് പോകും, അല്ലെങ്കിൽ ആ പേജ് അല്ലെങ്കിൽ ആ ന്യൂസ് എവിടെ. സോ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളടുത്ത് പറയുവാണ് ഇന്ന ന്യൂസ് കണ്ടായിരുന്നു, ഇത് പത്രത്തിലുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ വാർത്തയും നോക്കുന്നത് ഈ വാർത്ത ഏത് ഭാഗത്ത് വരും എന്നായിരിക്കും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് റീഡിംഗ് യു അലോ യുവർ ഐസ് ടു റൺ ഓവർ ദ ടെക്സ്റ്റ് ലുക്കിംഗ് ഫോർ ദ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് യു നീഡ്. ഓക്കെ, ഏതാണോ നമുക്ക് ആവശ്യമായ ന്യൂസ് ഏതാണോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കി എല്ലാ വാർത്തയും ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് വേണ്ട വാർത്തയിലോട്ട് നമ്മൾ എത്തും. You use scanning when you go through your schedule or meeting plans looking for specific advertisements or some specific information in a book, etc. സോ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആഡ് കാണാനാവട്ടെ, ഒരു പ്രത്യേക ആർട്ടിക്കിൾ കാണാനാവട്ടെ, ബുക്കിൽ തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന്
അയ്യോ അതിൻ്റെ ബാക്കി എന്തായിരുന്നു എന്നൊരു ടൈറ്റിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബുക്ക് എടുത്തിട്ട് എല്ലാ ഭാഗത്തും നോക്കില്ല, നമുക്കറിയാം ഇന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇത് വരിക. അതിലോട്ട് പോയി അത് വായിക്കുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. This is the most effective way to get information from magazine. Scan the table of contents or indexes and then directly to interesting articles to arrive at the specific information. So സ്കാനിങ് ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം, മാഗസീൻസ് ആണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഒരു കോണ്ടൻറ്റ് പേജ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമായത് എത്രാമത്തെ പേജിലുണ്ടാവും എന്ന് കണ്ടുപിടിക്കുക, അവിടെ പോയിട്ട് അത് വായിക്കുക. നമുക്ക് എക്സാമിന് ഉറപ്പായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്കിമ്മിങ് വേഴ്സസ് സ്കാനിങ്. അതിൻ്റെ ഒരു കമ്പാരിസണോ കോൺട്രാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു സാധനമോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഒരെണ്ണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഉറപ്പായിട്ടത് പഠിക്കുക. അടുത്ത ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് റീഡിംഗ് ഈസ് യൂസ് ടു ഒബ്റ്റെയിൻ എ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ സബ്ജക്റ്റ്. സോ എക്സ്റ്റെൻസീവ് ആ വേർഡിൽ തന്നെയുണ്ട് എക്സ്റ്റെൻസീവ്. ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, പൊതുവേ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് യൂസ് ചെയ്യുന്നത്. It includes reading of longer text for pleasure and business reports to know about the general trends. സോ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഒന്ന്, വലിയ വലിയ ബുക്കുകൾ നമുക്ക് സ്വന്തം ഒരു സന്തോഷത്തിന് വേണ്ടി വായിക്കുന്നു. ഉദാഹരണത്തിന് നോവൽ വായിക്കുക, ചെറുകഥ വായിക്കുക, ഇതെല്ലാം നമുക്ക് എക്സ്റ്റെൻസീവ് റീഡിംഗ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ബിസിനസ് റിപ്പോർട്ട്സ് വായിക്കുക. ജനറൽ എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ട്രെൻഡ്സ് എന്നറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് റിപ്പോർട്ട്സ് വായിക്കുന്നതും എന്ത് തന്നെയാണ്, എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണ്. In this type of reading, you should not worry if you do not understand each and every word. സോ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ടെക്സ്റ്റ് വായിക്കും, 500 പേജുള്ളൊരു ബുക്ക് വായിക്കുമ്പോഴേക്കും ഒരുപാട് വാക്കുകൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. You can use this type of reading to improve your general knowledge of business procedures or to know the latest marketing strategies. സോ ഇത് വായിക്കുന്നതോടുകൂടി നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്, അതോടുകൂടി നമുക്ക് ആ അറിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് വായിക്കുന്ന കാര്യം എല്ലാം അറിയില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബിസിനസ് പേപ്പർ പഠിക്കുന്നതുകൊണ്ടാണ് ബിസിനസ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെയും നമ്മൾ ബാക്കി വായിക്കുന്നതും അതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്നത് ഇതിലോട്ട് എടുക്കാൻ പറ്റും. സോ ഇപ്പോൾ ഒരു ബിസിനസ് രംഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് വായന എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ ഫയൽസ് വായിക്കേണ്ടി വരാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് വായിക്കേണ്ടി വരാം, എന്താണ് പുതിയ ട്രെൻഡ് എന്നറിയാൻ വായിക്കേണ്ടി വരാം. സോ ഇതൊക്കെ ആ രീതിയിൽ വായന എങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. Also, while you read a novel before going to bed or magazine articles that interest you, you use your extensive reading skills. So reading a novel is an extensive skill. Extensive reading skill ആണത്, അത് ഓർത്തോണം. മേ ബി ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നോ ചോദിക്കാം. സോ ഇപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെയും എക്സാമ്പിൾ, ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യത്തിൻ്റെയും എക്സാമ്പിൾ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. ഇൻറ്റൻസീവ് റീഡിംഗ്. ഇൻറ്റൻസീവ് റീഡിംഗ് ഈസ് യൂസ്ഡ് ഓൺ ഷോർട്ടർ ടെക്സ്റ്റ് ഇൻ ഓർഡർ ടു എക്സ്ട്രാക്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. സോ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് വലിയ ബുക്കുകളെ പറ്റിയിട്ടാണെങ്കിൽ, ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് ചെറിയ വർക്കുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ 1-2 പേജസ് മാത്രം വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ് ഇൻറ്റൻസീവ് റീഡിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വെരി ക്ലോസ് ആൻഡ് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ ഡീറ്റെയിൽസ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യം അത് മാത്രം അടങ്ങുന്നതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത്. വളരെ ക്ലോസ് റീഡിംഗ് ആയിരിക്കും, നമ്മൾ വളരെ ശ്രദ്ധയോടെ ഓരോ വേർഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇൻറ്റൻസീവ് റീഡിംഗ്. You use the skill to grasp the details of a specific situation. ഏതൊരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, ഇപ്പോൾ ബിസിനസ് രംഗത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു എൻക്വയറി വന്നു, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തൊരു കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ എന്താണ് അന്വേഷിക്കുന്നത്, എത്ര എണ്ണമാണ് അന്വേഷിക്കുന്നത്, എന്തിനാണ് അന്വേഷിക്കുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടി വരും. അത് ഏത് റീഡിങ്ങിലാണ് വരിക, ഇൻറ്റൻസീവ് റീഡിങ്ങിൽ. In this case, it is important for you to understand each word, information or fact. So പറഞ്ഞതാണ്, ഓരോ വാക്കും നമുക്ക് അത്യാവശ്യമാണ്. When you read your textbook to understand the concepts or various theories, you have to read intensively. So in ടെക്സ്റ്റ് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തിയറി പഠിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കുകയാണ്, ഓരോ വാക്കും നമുക്ക് അത്യാവശ്യമാണ്, അത് പഠിച്ചേ പറ്റത്തുള്ളൂ. You also require to read every single detail when you want to go for an insurance claim or want to sign a contract.
സോ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ നമുക്കത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്തും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ഇൻറ്റൻസീവായിട്ട് നമ്മൾ വായിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒപ്പിടാത്ത പക്ഷം നമ്മളെ പലർക്കും പറ്റിക്കാനൊക്കെ പറ്റും. പ്രത്യേകിച്ചും ബിസിനസ് മേഖലയിൽ അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടത്. Intensive reading skills help you understand and interpret the text, infer its central idea, observe the common thread that runs through it, and intuit its overall purpose and significance. സോ ഇൻറ്റൻസീവ് റീഡിങ് നമ്മൾ വേറൊരു രീതിയിലും സഹായിക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം ഭാഷയിലാവട്ടെ, സ്വന്തം ചിന്തയിലാവട്ടെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കോമൺ ത്രെഡും മനസ്സിലാക്കാൻ പറ്റും. സോ അത്രേ ഉള്ളൂ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ 4 ടൈപ്പ് ഓഫ് റീഡിംഗ് പഠിച്ചു: സ്കിമ്മിങ്, സ്കാനിങ്, എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ്. സോ ഇതിൽ സ്കിമ്മിങ്ങിനെയും സ്കാനിങ്ങിനെയും വെച്ചിട്ടൊരു ക്വസ്റ്റ്യനും എക്സ്റ്റെൻസീവിനെയും ഇൻറ്റൻസീവിനെയും വെച്ചിട്ടൊരു ചോദ്യവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് റീഡിംഗ്, എങ്ങനെയാണ് നമുക്ക് ശരിയായ രീതിയിൽ വായിക്കാൻ പറ്റാതെ പോകുന്നത്, അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഒന്ന്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. ഡിസ്ട്രാക്ഷൻ ആൻഡ് വാണ്ടറിങ് തോട്ട്സ് റെഡ്യൂസ് കോംപ്രിഹെൻഷൻ. നമുക്ക് കോൺസെൻട്രേഷൻ, ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വായിച്ച് കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ദെൻ പുവർ വൊക്കാബുലറി, നമുക്ക് വൊക്കാബുലറി ഇല്ല, ഒരുപാട് വാക്കുകളുടെ ഒന്നും മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമുക്ക് ഡിക്ഷണറി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നമുക്ക് തന്നെ അത് അഫക്റ്റഡ് ആവും. ദെൻ ഇംപ്രോപ്പർ റീഡിങ് ഹാബിറ്റ്സ് സച്ച് എസ് സബ് വോക്കലൈസേഷൻ. മനസ്സിൽ തന്നെ ഒച്ചത്തിൽ വായിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിസ്പർ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയൊക്കെ വായിച്ച് പോകുന്നത്. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഇംപ്രോപ്പർ റീഡിങ് സ്കില്ലാണ് അല്ലെങ്കിൽ ഹാബിറ്റാണ്. ദെൻ റിഗ്രഷൻ, റീഡിങ് അൺനെസസറിലി. ഒരിക്കൽ വായിച്ചു ഒരു കാര്യം മനസ്സിലായി ആ സെൻറ്റൻസിന് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നതും തെറ്റാണ്. ഒരു സ്ലോ റീഡിങ് സ്പീഡ്, വളരെ പതുക്കെ നമ്മൾ വായിച്ചു പോകുന്നതും, മീൻസ് ഒച്ചയുടെ പതുക്കെ അല്ല, ഒരു 3-4 വാക്ക് മാത്രം ഒരു മിനിറ്റിൽ വായിക്കുക, ഇതൊക്കെ തെറ്റായിട്ടുള്ളൊരു റീഡിങ് സ്കില്ലാണ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓർ മോട്ടിവേഷൻ. റീഡിങ് വിത്തൗട്ട് പർപ്പസ് ലീഡ്സ് ടു ബോർഡം ആൻഡ് പുവർ റിട്ടൻഷൻ. സോ നമുക്ക് ഒരു പർപ്പസില്ല, മോട്ടിവേഷൻ ഇല്ല, എന്തിനാണ് വായിക്കുന്നത്, ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കോംപ്ലക്സ് ഓർ ഡിഫിക്കൽട്ട് ടെക്സ്റ്റ്. കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ്, ടെക്നിക്കൽ ടേംസ് ഓർ ഡെൻസ് കണ്ടൻറ്റ് ക്യാൻ ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിങ്. സോ നമ്മൾ വായിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസെപ്റ്റോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെക്സ്റ്റോ ആണെങ്കിലും നമുക്ക് വായിക്കാൻ അതൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. ഒരുപാട് ടെക്നിക്കൽ ടേംസ്, ഇപ്പോൾ നമ്മൾ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് സയൻസിൻ്റെ വലിയ വലിയ ടേംസ് കാണുമ്പോഴത്തേക്കും ഇതെന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ അതോടുകൂടി നമുക്കത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. സ്ട്രെസ് ഓർ ഫാറ്റിഗ്. ഇനി ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്നതല്ല, നമുക്ക് ഫിസിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. ഒരുപാട് ടയേർഡായിട്ടിരുന്നിട്ട് നമുക്ക് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ്. ഒരുപാട് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ പുവർ എൻവയൺമെൻറ്റ്, നോയിസ്, പുവർ ലൈറ്റിംഗ് ഓർ അൺകംഫർട്ടബിൾ സീറ്റിംഗ് ഹിൻഡർ കോൺസെൻട്രേഷൻ. സോ ഭയങ്കരമായിട്ടുള്ള ഒച്ച, ശരിക്കും ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം മറ്റൊരു തരത്തിലുള്ളൊരു ബാരിയറാണ്. ദെൻ ലിമിറ്റഡ് ബാക്ക്ഗ്രൗണ്ട് നോളജ്. നമ്മൾ വായിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയയും ഇല്ലാതെ വായിക്കാൻ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ടഫായിട്ടുള്ള കൺസെപ്റ്റ്സ് ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ദെൻ ഇൻഎഫക്റ്റീവ് നോട്ട് ടേക്കിംഗ്. നോട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നെക്സ്റ്റ് ടോപ്പിക്, ടിപ്സ് ഫോർ എഫക്റ്റീവ് റീഡിങ്. ഇനി എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് റീഡ് ചെയ്യാൻ എന്തൊക്കെ വേണം? സോ ആദ്യത്തെ കാര്യം, സെറ്റ് എ പർപ്പസ്. നോ വൈ യു ആർ റീഡിങ്. നമ്മൾ എന്തിനാണിത് വായിക്കുന്നത് നമുക്ക് ആദ്യം ഒരു ധാരണ വേണം. പഠിക്കാനാണോ, സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ, അതോ ഒരു സ്പെസിഫിക് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണോ? ദെൻ പ്രിവ്യൂ ദി ടെക്സ്റ്റ്. ലുക്ക് അറ്റ് ടൈറ്റിൽസ്, ഹെഡിങ്, സബ് ഹെഡിങ്സ് ആൻഡ് സമ്മറീസ് ബിഫോർ റീഡിങ്. സോ വായിക്കാൻ പോകുന്ന സാധനം അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ടൈറ്റിലും ഹെഡ്ലൈനും സബ് ഹെഡിങ്ങും ഒക്കെ നോക്കി വയ്ക്കുക. ദെൻ സ്കിം ഫാസ്റ്റ്. സ്കിമ്മിങ് ആണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ജനറൽ ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം സ്പെസിഫിക് ഡീറ്റെയിലോട്ട് പോവുക. ഫോക്കസ് ഓൺ കീ ഐഡിയാസ്. ഐഡൻറ്റിഫൈ മെയിൻ പോയിൻറ്റ്സ്, കീവേഡ്സ് ആൻഡ് ടോപ്പിക് സെൻറ്റൻസസ്. സോ കീ ഐഡിയാസ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്, അതിൻ്റെ കീവേഡ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ചൂസ് എ ക്വൈറ്റ് എൻവയൺമെൻറ്റ് ടു സ്റ്റേ ഫോക്കസ്ഡ്.
അത് ഫോക്കസ്ഡ് ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ക്വയറ്റായിട്ട് ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റ് ചൂസ് ചെയ്യുക. ടേക്ക് നോട്ട്സ്. നോട്ടുകൾ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് റീഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഹൈലൈറ്റ് വൈസ്ലി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റേഴ്സൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, ഹൈലൈറ്റർ പെന്ന്. അതൊക്കെ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റീഡ് ആക്റ്റീവ്ലി. സോ ആസ്ക് ക്വസ്റ്റ്യൻസ്, പ്രെഡിക്റ്റ് വാട്ട് കംസ് നെക്സ്റ്റ് ആൻഡ് കണക്ട് വിത്ത് പ്രയർ നോളജ്. വായിക്കുമ്പോൾ വെറുതെ അങ്ങ് വായിച്ചു പോകാൻ പാടില്ല. നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ 4 ടൈപ്പും ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഓർത്ത് നോക്കി ആ 4 ടൈപ്പ് നമുക്ക് അറിയാവുമെന്ന്. അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോഴേക്കും നമ്മൾ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അഡ്ജസ്റ്റ് സ്പീഡിൽ വായിക്കണോ അല്ലെങ്കിൽ ഇത് കുറച്ച് വായിക്കണോ, നമ്മുടെ പർപ്പസിനനുസരിച്ച് നമ്മൾ സ്പീഡ് കൂട്ടിയും കുറച്ചും വായിക്കാൻ ശ്രമിക്കുക. ദെൻ റിവ്യൂ റെഗുലർലി. ഗോ ബാക്ക് ടു യുവർ നോട്ട്സ് ഓർ സമ്മറീസ് ടു റീഇൻഫോഴ്സ് മെമ്മറി. മനുഷ്യരാണ്, മറന്നുപോകും. സോ വീണ്ടും ഈ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ബിസിനസ് റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലോ ആണെങ്കിൽ വീണ്ടും വായിക്കാൻ ശ്രമിക്കുക. ദെൻ ബിൽഡ് വെക്കാബുലറി. എപ്പോഴും പുതിയ വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ പ്രാക്ടീസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ട്രൈ ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് ആൻഡ് അനലൈസ് ദ റൈറ്റേഴ്സ് മെസ്സേജ്. സോ എപ്പോഴും നമ്മൾ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ്. ഇറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദി ഹിഡൻ ഓർ ഇംപ്ലൈഡ് മീനിങ് ഇൻ എ ടെക്സ്റ്റ്, നോട്ട് ദി ലിറ്ററൽ വേർഡ്സ്. സോ നമ്മൾ വായിക്കുന്ന കാര്യത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ലിറ്ററൽ മീനിങ്ങിന് പുറമെ അല്ലെങ്കിൽ അതിൻ്റെ കവിച്ച് വെച്ചിട്ട് വേറെ എന്തൊക്കെ മീനിങ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് തന്നെ ഉള്ളിൽ പല ഒളിച്ചു വെച്ച മീനിങ്ങുകൾ ഉണ്ടായിരിക്കും. റിക്വയർസ് ലുക്കിംഗ് അറ്റ് ടോൺ, കോണ്ടെക്സ്റ്റ് ആൻഡ് ചോയ്സ് ഓഫ് വേർഡ്സ് ടു ഗ്രാസ്പ് ദി റൈറ്റേഴ്സ് ഇൻറ്റൻഷൻ. സോ ഒരു സെൻറ്റൻസിൻ്റെ തന്നെ സെൻറ്റൻസ് ആയിട്ട് വായിക്കാതെ അതിൻ്റെ ഒരു ടോണ്, അത് ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് സാഹചര്യത്തിലാണത് പറയുന്നത്, അതിൻ്റെ വാക്കുകളുടെ ഉപയോഗം, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലേ റൈറ്ററിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്സ് ഓർ അൺസ്പോക്കൺ ഐഡിയാസ് ബിഹൈൻഡ് ദി ടെക്സ്റ്റ്. സോ പറയാത്ത കാര്യങ്ങളും അതിൻ്റെ ഏത് ഇമോഷനിലാണത് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലുമില്ല, ഈ വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നീ ഇത് ആരത്തെങ്കിലും പറയുമോ? അപ്പോൾ ഒരിക്കലും ഇല്ല എന്ന് പറയുമ്പോൾ ആരടുത്ത് ഒരിക്കലും പറയത്തില്ല എന്നുള്ളൊരു പ്രോമിസ് ആയിട്ട് തോന്നും. എന്നാൽ അതേസമയം നമ്മുടെ ചട്ടമ്പിനാട് സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ഒരിക്കലുമില്ല എന്ന് ദശമൂലം ദാമു പറയുന്ന ഒരു സാധനമുണ്ട്. ഒരിക്കലുമില്ല മല്ലയ്യ എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ ആ വേർഡ് മാത്രം വായിച്ചാൽ പോരാ, നമുക്ക് ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ഇമോഷനും കാണുമ്പോഴാണ് ഇറ്റ്സ് ഗോയിങ് ടു സേ ഇറ്റ്, അത് നമുക്കറിയാം. അതിനെയാണ് വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് കാണുന്ന ഒരു കാര്യമാണെങ്കിൽ അതുപോലെയാണ് ഒരു ബുക്കിൽ ഒരു വേർഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ആ ലൈൻസ് വായിച്ച് ആ സാഹചര്യം വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു നാടകത്തിൽ പറയുന്നൊരു കാര്യമായിരിക്കാം എഴുതി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കഥയിൽ കവിതയിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതിൻ്റെ മീനിങ് ഇതാണ്, പക്ഷേ ഇംപ്ലൈഡ് മീനിങ് വേറെ ആയിരിക്കും. ഇവിടെ ആറ്റിറ്റ്യൂഡ്സിൻ്റെ അൺസ്പോക്കൺ ഐഡിയാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ മൂവിയുടെ കാര്യം പറഞ്ഞത്. അതൊന്നും ആലോചിച്ചാൽ മതി. നമുക്ക് ആ ഡയലോഗ് മാത്രം എഴുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് പോലെയല്ല ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഡയലോഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇൻവോൾവ്സ് യൂസിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇൻഫറൻസ് സ്കിൽസ്. സോ ഇതിന് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഈ വേർഡ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. യൂസ്ഫുൾ ഇൻ അനലൈസിങ് ലിറ്ററേച്ചർ, ന്യൂസ്, സ്പീച്ചസ്, അഡ്വർടൈസ്മെൻറ്റ് ഓർ കോൺട്രാക്ട്സ് വെയർ ദ റിയൽ മെസ്സേജ് മേ ബി ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന സ്കില്ല് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. എൻകറേജസ് റീഡേഴ്സ് ടു ബി ആക്റ്റീവ് ആൻഡ് തോട്ട്ഫുൾ rather than just passive consumers of information. സോ ഈ റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു രീതിയിൽ പാസീവ് കൺസ്യൂമർ, അല്ലാണ്ട് വെറുതെ എന്ത് പറഞ്ഞാലും നമ്മൾ വായിച്ചത് വിശ്വസിച്ചോളും എന്ന് പറയുന്ന തലത്തിൽ നിന്ന് മാറി നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ റീഡിങ് സ്കില്ലാണ്. ഇതൊരു ക്രിട്ടിക്കൽ റീഡിങ് സ്കില്ലാണ് ഈ ഒരു റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻ എ സ്റ്റോറി എ ക്യാരക്ടർ ഈസ് സേയിങ് ഐ ആം ഫൈൻ might actually mean the opposite depending on the context.
നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഫൈൻ ആയിരിക്കില്ല. അവർ ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവർ ഐ ആം ഫൈൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് വായിച്ചത് കൊണ്ട് അതിൻ്റെ മീനിങ് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇനി എഫക്റ്റീവ് റീഡിങ് സ്കില്ലിന് നോട്ട് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. എന്താണ് നോട്ട് ടേക്കിംഗ് അഥവാ അതെങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. Definition: note taking is the practice of writing down key ideas, facts or points from a text while reading in order to remember and understand it better. So നോട്ട് ടേക്കിംഗ് നമുക്ക് എല്ലാവർക്കും ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുന്നത്, കീ ഐഡിയാസിനെയോ ഫാക്റ്റിനെയോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റിനെയൊക്കെ ഒന്ന് വായിക്കുന്നതിനൊപ്പം എഴുതി പോകുന്നതിനെയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ വായനയുടെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ പറയുന്നതേ ഉള്ളൂ. കേട്ടുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ ഒരാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, അപ്പം നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ ലെക്ചർ നോട്ട്സോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നതും ഈ ഒരു നോട്ട് ടേക്കിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ വായിക്കുന്നതിലും കേൾക്കുന്നതിലും അത്യാവശ്യമാണ് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്നതിനെയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ സമ്മറൈസിങ്, ഓർഗനൈസിങ് ആൻഡ് റിവ്യൂവിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ക്വിക്ക്ലി. വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളെയും വീണ്ടും മുഴുവൻ ടെക്സ്റ്റ് ഇരുന്ന് വായിക്കാണ്ട് ഈ കീ പോയിൻറ്റ്സ് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരും, നമ്മൾ വായിച്ച ആ മെയിൻ കാര്യം ഓർമ്മ വരും. ബെനിഫിറ്റ്സ് എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്സ് കോംപ്രിഹെൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. കോംപ്രിഹെൻഡ് ചെയ്യുക, അതായത് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനും നമ്മളെ ശ്രദ്ധ കൂട്ടുന്നതിനും ഈ ഒരു പ്രവൃത്തി നമ്മളെ സഹായിക്കും. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധ വിട്ടു പോകുന്നൊരു സമയത്ത് പക്ഷേ നമ്മൾ നോട്ട് കൂടി എഴുതിയെടുത്ത് പോകുകയാണ്, മെയിൻ പോയിൻറ്റ്സ് അതിൻ്റെ സബ് പോയിൻറ്റ്സ് എന്നിങ്ങനെ എഴുതി പോകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഓർമ്മ കൂടുതൽ കിട്ടും. സേവ്സ് ടൈം ഡ്യൂറിങ് റിവിഷൻ ഓർ എക്സാംസ്. സോ എക്സാം സമയത്ത് നമുക്ക് റിവിഷൻ സമയത്തും എക്സാമിൻ്റെയൊക്കെ ഒരു സമയത്ത് നമുക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനൊപ്പം നോട്ടൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ടൈപ്സ്, ബെനിഫിറ്റ്സ് ഇതിൻ്റെ എല്ലാം ഫുൾ എഴുതി വയ്ക്കണം എന്നില്ല. സേവ്സ് ടൈം, ഇംപ്രൂവ് വൊക്കാബുലറി, ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, ഇങ്ങനെ മെയിൻ പോയിൻറ്റ്സ് എഴുതി പോയി കഴിഞ്ഞാൽ ആ ഒരു എക്സാം ടൈമിന് ഈ ഒരൊറ്റ പേപ്പറത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. മേക്ക് ഇറ്റ് ഈസിയർ ടു ഐഡൻറ്റിഫൈ മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. സോ എഴുതി വയ്ക്കുമ്പോഴേക്കും ബുള്ളറ്റിംഗ് പോയിൻറ്റിൽ മെയിൻ പോയിൻറ്റിനെയും അതിൻ്റെ സബ് പോയിൻറ്റിനെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എൻകറേജസ് ആക്റ്റീവ് റീഡിങ് ഇൻസ്റ്റെഡ് ഓഫ് പാസീവ് റീഡിങ്. സോ വളരെ ഓഫായിട്ടിരുന്ന് വായിക്കുന്നതിനേക്കാളും ആക്റ്റീവായിട്ടിരുന്ന് വായിക്കാൻ ഈ ഒരു നോട്ട് ടേക്കിംഗ് നമ്മളെ സഹായിക്കും. ഏതൊക്കെ രീതിയിൽ നോട്ട് ടേക്കിംഗ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർലൈൻ ഒരു ഹൈലൈറ്റ് കീ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. സോ നമ്മുടെ കയ്യിലുള്ള ഒരു ടെക്സ്റ്റിനെയോ നോട്ടിനെയോ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട വാക്കുകളെല്ലാം അണ്ടർലൈൻ ചെയ്യുക. ഹൈലൈറ്റഡ് പെന്നൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ യൂസ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഓർ നമ്പേർഡ് ലിസ്റ്റ്. ബുള്ളറ്റിൻ മാർക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 2 3 ABCD റോമൻ ലെറ്റേഴ്സ് 1 2 3 ഒക്കെ ഇട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റൈറ്റ് മാർജിനൽ നോട്ട്സ് ഓർ ഷോർട്ട് കമൻറ്റ്സ് ഇൻ ദി ടെക്സ്റ്റ്. ടെക്സ്റ്റിൻ്റെ തന്നെ ഏറ്റവും സൈഡിൽ നമ്മളിങ്ങനെ ഡെഫിനിഷൻ, ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ കുഞ്ഞായിട്ട് എഴുതി വയ്ക്കില്ലേ, അതെല്ലാം നോട്ട് ടേക്കിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. യൂസ് ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ് ഓർ മൈൻഡ് മാപ്സ് ടു ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ്. സോ നമ്മൾ ഡയഗ്രാംസ് ഒക്കെ ചില സമയത്ത് വരച്ച് വയ്ക്കാറുണ്ട്. ഇപ്പോൾ ടൈപ്സ് 2 ആണെങ്കിൽ ആദ്യം 2 ആയിട്ട് മുറിച്ചിട്ട് പിന്നെ അതിനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് ഫ്ലോ ചാർട്ട്സ്, മൈൻഡ് മാപ്സ്. മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, നമ്മൾ അതിൽ നിന്നും വരുന്ന ബാക്കി കൺസെപ്റ്റിനെല്ലാം ബ്രാഞ്ചായിട്ട് ആരോ ഇട്ടൊക്കെ വരച്ച് വയ്ക്കുന്നതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം 3 നോക്കാം. മേക്കിംഗ് ഷോർട്ട് നോട്ട്സ് ഫ്രം എ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ, റൈറ്റിംഗ് എ സമ്മറി ഓഫ് ആൻ ആർട്ടിക്കിൾ ഇൻ യുവർ ഓൺ വേർഡ്സ്, പ്രിപ്പയറിംഗ് സ്റ്റഡി നോട്ട്സ് ഫ്രം ക്ലാസ് റീഡിങ്സ്. സോ ക്ലാസ്സിൽ എഴുതിയെടുക്കുന്നതാവട്ടെ, ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിൻ്റെ സമ്മറി എഴുതിയെടുക്കുന്നതാവട്ടെ, നോട്ട് എഴുതുന്നതാവട്ടെ. ഇനി ബിസിനസ്സിൻ്റെ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ആരെങ്കിലും നമുക്ക് അയച്ചെന്ന ആർട്ടിക്കിൾ, സോ ഇവിടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ബിസിനസ് ആർട്ടിക്കിളായിട്ട് തന്നെ കണക്കാക്കിയിട്ട് അതിൻ്റെ സമ്മറി, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് അതിൻ്റെ റിപ്ലൈ കൊടുക്കണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ളൂ നമ്മുടെ യൂണിറ്റ് 11 റീഡിങ് സ്കിൽസ് വരുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.